കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ലാറ്റുണ്ട് വൈറ്റില, അത് വൈറ്റില കാക്കനാട്, അങ്ങനെ ഓർക്കുന്നില്ല, ഫ്ലാറ്റിൽ വരണം, എനിക്ക് താല്പര്യമാണ്, എന്തുവാന്ന് വന്നാൽ. നീയോ? നിങ്ങൾ കാട് തെറ്റി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇതുപോലൊരുത്ത മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട്, കുറച്ചാളായിട്ട് അവനെ കാണാനുമില്ല. അത് ഞാനല്ല, പിന്നെന്താ? മേൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാൻ, ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ലാറ്റിൽ ചെന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസോടെ എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ സുഗതൻ അന്യന്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. അച്ഛൻ പുള്ളിക്കാരൻ കിസ് ചെയ്തു, അപ്പോഴും തള്ളിവിട്ടു. പറഞ്ഞു അല്ല അതിനിപ്പോൾ എന്താ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, ആ ഫീലൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇന്നസെൻ്റ് ഏട്ടനെ അല്ല അതവിടെ കേട്ടെ ഇരിക്കുമ്പോഴാണ് മുകേഷ് ഏട്ടൻ പറയുന്നത്, എന്നെ വിളിച്ചിട്ട് പറയാ, എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചടേ. ഞാൻ അതൊന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. സോറി കേട്ടോ. ഞാൻ